നമസ്കാരം സുഹൃത്തുക്കളെ. മലപ്പുറത്ത് സ്ഫോടക വസ്തു പിടികൂടിയ കേസിൽ മുഖ്യ ആസൂത്രകൻ NIA പിടിയിൽ. മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് പ്രതി ഹാരിസ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി വ്യാപാരികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് NIA അറസ്റ്റ് ചെയ്ത വാർത്തയാണ്. ഈ വാർത്തയുടെ പ്രാധാന്യം എത്രയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഏകദേശം 30,000-ന് മുകളിൽ സ്ഫോടക വസ്തു, അതായത് സ്റ്റിക്ക് രൂപത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ലോറിയിൽ കടത്തിയത്, പിടിച്ചത്. അതിൽ മുഖ്യ സൂത്രധാരനെയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. കഴിഞ്ഞില്ല, ഒരെണ്ണോടുണ്ട്. ആകാശത്ത് വെച്ച വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ച മലയാളി യുവാവ് ക്വാലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന ബാട്ടിക് എയർലൈൻസ് ആണ് സംഭവം. എമർജൻസി വാതിലിന്റെ വിൻഡോ പാനലിലെ ഒരു പാളി അടിച്ചു പൊട്ടിച്ച ശേഷം അടിയന്തര വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. സഹയാത്രികർ യുവാവിനെ കീഴ്പ്പെടുത്തിയതുകൊണ്ടാണ് ഇത് പാലക്കാടുകാരനായിട്ടുള്ള ഷംസീർ എന്ന വ്യക്തി വിമാനത്തിനകത്ത് ജിഹാദ് നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടാണ്, അഥവാ സഹയാത്രികർ പരാജയപ്പെടുത്തിയതാണ്. ഏതാണ്ട് 170ഓളം ആളുകൾ സഞ്ചരിച്ചിരുന്ന വിമാനവും തകരും, അത് ചെന്ന് വീഴുന്നിടവും തകരും. വലിയ അപകടം, വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു ജിഹാദായിരുന്നു. അത് കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ടതാണ്. ഈ രണ്ട് സംഭവങ്ങൾ നോക്കുക. ഒരു ഹാരിസ് എന്ന വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന്, മറ്റൊരാൾ പാലക്കാടുകാരനായിട്ടുള്ള ഷംസീറാണ്. ഈ രണ്ട് വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ FIR ഇട്ട് 8 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 200 കിലോമീറ്ററോളം സഞ്ചരിച്ച് എറണാകുളത്ത് പോയിട്ട് മട്ടാഞ്ചേരി പോയിട്ട് TG മോഹൻദാസിൻ്റെ വീട്ടിൽ കടന്ന് അവിടെ സെർച്ചും മറ്റുമൊക്കെ നടത്തി അവിടെ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു എന്ന തരത്തിൽ വലിയ മാധ്യമ ഹൈപ്പും ഒച്ചപ്പാടും ബഹളും എല്ലാം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ രണ്ട് കേസുകളും മുക്കിക്കളഞ്ഞിരിക്കുകയാണ്, രണ്ട് വാർത്തകളും മുക്കിക്കളഞ്ഞിരിക്കുകയാണ്. അല്ലയോ പ്രബുദ്ധ മലയാളികളെ, നിങ്ങൾക്ക് നാണം തോന്നില്ലേ? ലേശം ഉളുപ്പ് തോന്നില്ലേ? നിങ്ങളുടെ ഭാവി തലമുറയുടെയും ജീവിതത്തെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവിടെ നടന്നിട്ട് അതിലൊന്നിൽ NIA നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്തിട്ട് മറ്റൊരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. കാരണം ആ ശ്രമം പരാജയപ്പെട്ടതുകൊണ്ട്. അവൻ വിജയിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ ആ വിമാനം തകർന്നു എന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ ബ്ലാക്ക് ബോക്സൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ എന്നിട്ടും ഇത് ഈ രീതിയിലാണ് ആ വിമാനം തകർന്നത് എന്നത് പുറത്തു പോലും വരില്ലായിരുന്നു. അപ്പോൾ ആരെയൊക്കെ ബാധിക്കുന്ന കാര്യമായിരുന്നു എന്ന് ഓർക്കുക. ആ വിമാനം വന്ന് വീഴുന്നത് നിങ്ങളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധമുള്ള ആളുകളുടെയൊക്കെ താമസിക്കുന്ന ഇടത്തായിരുന്നുവെങ്കിൽ അവർ കൂടെ കൊല്ലപ്പെട്ടേനെ. ശരിക്കും നമ്മളെ, നമ്മുടെ ഭാവി തലമുറയൊക്കെ ബാധിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ കേരളത്തിൽ നടന്നത്. ഒന്ന്, ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. എന്തിനാണ്? അതിൻ്റെ മുഖ്യ സൂത്രധാരൻ മലപ്പുറത്ത് നിന്ന് പിടിയിലായിരിക്കുന്നു. മറ്റൊരുത്തൻ പാലക്കാടുകാരൻ ഷംസീർ. ഈ രണ്ട് വാർത്തയാണ് യഥാർത്ഥത്തിൽ ഞെട്ടലോടെ കേരളം ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ കേരളം ചർച്ച ചെയ്യുന്നതോ ഒരാൾ തൻ്റെ സങ്കല്പത്തിലുള്ള കാര്യം പറഞ്ഞതിന്. സങ്കല്പത്തിലുള്ള കാര്യമാണ്. ഞാൻ പ്രധാനമന്ത്രി ആയാൽ അല്ലെങ്കിൽ ഞാൻ ആ അധികാരത്തിലെത്തിയാൽ സമരക്കാർക്കെതിരെ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞത് അയാളുടെ സങ്കല്പമാണ്. അയാൾ ഈ ജന്മത്ത് പ്രധാനമന്ത്രി ആവാൻ പോകുന്നില്ല. എനിക്കും പറയാം, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ തീവ്രവാദികളെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് എനിക്ക് പറയാം. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ പേരിൽ ആർക്കെങ്കിലും കേസെടുക്കാൻ പറ്റുമോ? എന്തൊരു നാടാണിത്! ഈ നാട്ടിൽ, ഈ പ്രബുദ്ധ കേരളത്തിൽ മലയാളി ചർച്ച ചെയ്യുന്നത് TG മോഹൻദാസിൻ്റെ അറസ്റ്റാണത്രേ. TGയോട് FIR ഇട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുന്നിൽ 3-4 നിബന്ധനകൾ വന്നു. ഒന്ന്, ഇത് തിരുത്തി പറയുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ തിരുത്തി പറയാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം തിരുത്തിയാൽ മതിയല്ലോ, അതിൻ്റെ ആവശ്യമില്ല, അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ശരി, അറസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മുൻകൂർ ജാമ്യം എടുത്തു വെച്ചാൽ നന്നായിരിക്കുമെന്ന് വീണ്ടും പറയുന്നു. അപ്പോൾ പറയുന്നത്, ഇല്ല, ഞാൻ മുൻകൂർ ജാമ്യമൊന്നും എടുക്കുന്നില്ല, ഞാൻ ഒളിവിലും പോകുന്നില്ല, ഞാൻ എന്താണോ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്നെ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ, ഞാൻ അവിടെ പറഞ്ഞോളാം. തീർന്നു. ഇവിടെ നിങ്ങൾ മാപ്പ് പറയുന്നതോ ഞാൻ പറഞ്ഞത് ഖേദിക്കുന്നതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ കോടതിയിൽ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഇതിലും കടുത്ത രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് അത് വിവാദമാകുമ്പോൾ വന്ന് മാപ്പ് പറഞ്ഞ് തേഞ്ഞ് മെഴുകുന്ന കൂട്ടരെ നമുക്കറിയാം. നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ അന്നേരത്തെ ആവശ്യത്തിന് പറഞ്ഞാണെന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നവരെ കാണാം. ആ കൂട്ടത്തിലൊന്നും നിങ്ങൾക്ക് TGയെ കാണാൻ പറ്റില്ല. അവരോടാണ് സവർക്കർ മാപ്പ് പറഞ്ഞ കേസും പറഞ്ഞുകൊണ്ട് വരുന്നത്. നാണമാവുന്നില്ലേ നിങ്ങൾക്ക്? ശരിക്കും പറ, എന്താണ് കേരളം ചർച്ച ചെയ്യേണ്ടത്? നിങ്ങളുടെ വരും തലമുറയൊക്കെ ബാധിക്കുന്ന രണ്ട് ജിഹാദ് നടത്താൻ പോയ രണ്ടവന്മാരെ പിടിച്ച വാർത്തയാണോ? സങ്കല്പത്തിലുള്ള ഒരു കാര്യം പറഞ്ഞ TG മോഹൻദാസിൻ്റെ അറസ്റ്റാണോ കേരളം വാർത്തയാക്കേണ്ടത്? ഇത്രയും വിഡ്ഢികളാവരുത് മലയാളികൾ.